എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. ദൈവത്തിന് സ്തോത്രം. യേശയ്യാ പ്രവചനം 53-ന്റെ 1-ാം വാക്യം ഇപ്രകാരം നമ്മോട് പറയുന്നു: യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? പ്രവാചകൻ തുടർന്ന് മശിഹായുടെ വരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ വർണ്ണിക്കുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. തൻ്റെ ഈ ലോക ശുശ്രൂഷയിൽ യേശുക്രിസ്തു ആയിരുന്നു മനുഷ്യരാശിക്ക് രക്ഷയും വിടുതലും നൽകിക്കൊണ്ട് നീട്ടപ്പെട്ട ആ യഹോവയുടെ ഭുജം എന്ന് വളരെ വ്യക്തമാണ്. അവിടുന്ന് ഇപ്പോഴും യഹോവയുടെ ഭുജമായി മനുഷ്യരാശിക്ക് വിടുതൽ നൽകിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അത് തൻ്റെ ഭക്തന്മാരിലൂടെ കർത്താവ് നിവർത്തിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 5:12 മുതൽ 15 വരെ ഭാഗങ്ങളിൽ നാം അവിടെ കാണുന്നത് അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിന്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു എന്ന് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അടയാളം എന്നത് ഒരർത്ഥം അതിൻ്റെ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുന്നതിനോ ഒരു ദൂത് ജനങ്ങളെ അറിയിക്കുന്നതിനോ വേണ്ടി രൂപം കൊടുത്ത ദൈവത്തിന്റെ ശക്തിയുടെ പ്രകൃതിരാതീതമായ ഒരു പ്രവർത്തനമാണ് അത് എന്നാണ് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. നാം ചിന്തിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായത്തിൽ പൗലോസിന്റെ നിഴൽ തട്ടിയവർ പോലും സൗഖ്യമാകുന്നത് നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. രോഗികളെയും മറ്റും അവിടെ നിരത്തുകളിൽ വിരിപ്പിൽ കിടത്തുന്ന ആ അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ അവിടെ സാധിക്കുന്നുണ്ടല്ലോ. അതേപോലെ 19-ാം അധ്യായത്തിൽ പൗലോസിന്റെ റൂമാലും ഉദ്ധിര്യവും മറ്റുള്ളവരുടെ മേൽ കൊണ്ടിടുകയും അവർ സൗഖ്യം പ്രാപിക്കുകയും ഒക്കെ ചെയ്തതിനെ കുറിച്ചും കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അപ്രകാരം വീണ്ടും നാം ചിന്തിച്ചു കഴിഞ്ഞാൽ ആ യേശയ്യാ പ്രവചനം 63-ാം അധ്യായത്തിൽ അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കയിൽ ചെല്ലുമാറാക്കി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ ചെങ്കടലിന്റെ തീരത്ത് വന്ന് ജനം ഭയപ്പെട്ട് നിലവിളിച്ച് നിൽക്കുമ്പോൾ മോശയോട് കർത്താവ് പറയുന്നതായ കാര്യമുണ്ട്: നീ എന്തിനിങ്ങനെ നിലവിളിക്കണം? നിന്റെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് കരം കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്കുവാനായിട്ടാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, പ്രതികൂലമായി നിൽക്കുന്ന പ്രതിസന്ധികൾ, ചെങ്കടൽ പോലെ ആർത്തിരമ്പുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ വിശ്വാസത്തോടെ ആ യഹോവയുടെ ഭുജം, അതേ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ അത് കടന്നു വന്ന് പ്രതികൂലങ്ങളെ വിഭാഗിക്കുവാനായിട്ട് ശക്തിയുള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുൻപോട്ട് പോകുവാനിടയായി തീരട്ടെ. മർക്കോസിന്റെ സുവിശേഷം 16 പറയുന്നു: വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. ആയതിനാൽ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ ആവശ്യമായ ദൈവശക്തി നമുക്ക് കർത്താവിലൂടെ ഏറ്റെടുക്കാം, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. നടത്തുന്നവൻ എന്നുമെന്നും കൂടെയുള്ളവൻ, എന്നെ നടത്തുന്നവൻ എന്നുമെന്നും കൂടെയുള്ളവൻ.
എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. നടത്തുന്നവൻ എന്നുമെന്നും കൂടെയുള്ളവൻ, എന്നെ നടത്തുന്നവൻ എന്നുമെന്നും കൂടെയുള്ളവൻ. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോക